അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒരുമിച്ച് കൂടലും നമസ്കാരവും മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വേണ്ടപ്പെട്ടവരെയും നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും ലോക മുഅ്മിനീങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, പ്രതിസന്ധികൾ മുഴുവനും അല്ലാഹു മാറ്റി ഇരുലോക വിജയികളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ഒരു ഹദീസിലൂടെ കാണാം, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നാം നിസ്സാരമായി കാണുന്ന നന്മകൾക്ക് പോലും വലിയ പ്രതിഫലവും പുണ്യവും അല്ലാഹു തആല രേഖപ്പെടുത്തുമെന്നതിന്റെ തെളിവാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനോട് പറയുകയാണ്, അലാ ഉഖ്ബിറുക്കും ബിരിജാലിക്കും മിൻ അഹ്ലിൽ ജന്ന. സ്വഹാബത്തെ, സ്വർഗനിവാസികളായ കുറെ പുരുഷന്മാരെയും അതുപോലെ തന്നെ കുറച്ചു പേരെയും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? നബി തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്, സ്വർഗനിവാസികളാണ്. ഈ ദുനിയാവിന്റെ ലോകത്ത് വെച്ച് തന്നെ അവർ സ്വർഗനിവാസികളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ട് നബി തങ്ങൾ പറയുന്നു, അന്നബിയു ഫിൽ ജന്ന, നബിമാര് സ്വർഗത്തിലാണ്. വശഹീദു ഫിൽ ജന്ന, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധീരമായി പോരാടി ധർമ്മസമരത്തിൽ പങ്കെടുത്ത് ഷഹീദായവർ സ്വഹാബത്തെ, അവർ സ്വർഗത്തിലാണ്. വസിദ്ദീഖു ഫിൽ ജന്ന, നബിമാര് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനമുള്ള സിദ്ദീഖ് എന്ന പദവി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കൂട്ടത്തിലാണ്. ആ സിദ്ദീഖ് എന്ന സ്ഥാനമാനങ്ങളുള്ള ആ മഹത്തുകൾ സ്വഹാബത്തെ സ്വർഗത്തിലാണ്. വൽ മൗലൂദു ഫിൽ ജന്ന, പിറന്നു വീഴുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴുന്ന ഉടനെ അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളും സ്വർഗത്തിലാണ് സ്വഹാബത്തെ. വറജലു, അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു, യസൂറു അഖാഹു ഫീ നാഹിയത്തിൽ മിസ്റഫില്ലാഹി ഫിൽ ജന്ന. ഒരു പ്രദേശത്തിന്റെ, ഒരു പട്ടണത്തിന്റെ ഏതോ ഒരു മൂലയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വാലിഹായ ഒരു മനുഷ്യനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്, ഒരു കുടുംബക്കാരനുണ്ട്. നാം അയാളെ പോയി സന്ദർശിക്കുന്നു, മറ്റൊന്നിനുമല്ല. അയാളുടെ സമ്പത്തോ, അയാളുടെ സക്കാത്തോ, അയാളുടെ സദഖയോ, അയാളുടെ മറ്റു പ്രീതിയോ, അല്ലെങ്കിൽ ഞാൻ ചെല്ലുന്നില്ലെങ്കിൽ അയാള് എന്റെ കുടുംബക്കാരനായതുകൊണ്ട് എന്തെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ അയാൾ രോഗിയായി കിടക്കുമ്പോൾ ഞാൻ പോയില്ലെങ്കിൽ അയാൾ എന്തു വിചാരിക്കും എന്ന രീതിക്കൊന്നുമല്ല. പക്ഷേ ആ ഏതോ ഒരു മൂലയിൽ, ഒരു കോണിൽ, ഒരു നാട്ടിന്റെ, ഒരു പ്രദേശത്തിന്റെ ഒരു കോണിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ഒരാൾ പോയി കാണുന്നുണ്ട്. ആ സന്ദർശിക്കുന്ന മനുഷ്യന്റെ മനസ്സിലുള്ള ഒരൊറ്റ നിയ്യത്ത്, അല്ലാഹുവേ, എന്റെ സഹോദരനാണ്, അല്ലെങ്കിൽ എന്റെ മുഅ്മിനായ ഒരു വിശ്വാസിയായ സഹോദരനാണ് ഞാൻ ആ മനുഷ്യനെ സന്ദർശിക്കാൻ പോകുന്ന. ഒന്നുകിൽ രോഗത്തിൽ കിടക്കുന്ന മനുഷ്യനാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ സാഹചര്യത്തിൽ കഴിയുന്ന മനുഷ്യനാകാം, അല്ലെങ്കിൽ വെറുതുമല്ല അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി യാത്രയാകുന്ന താമസിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ ആ യാത്രയുടെ ഉദ്ദേശം അല്ലാഹുവേ ഫില്ല, നിനക്ക് വേണ്ടിയാണ്. അപ്പൊ നമ്മളൊക്കെ സാധാരണ രീതിയിൽ ഹോസ്പിറ്റലിൽ ഒരാൾ കിടക്കുമ്പോൾ ഞാനും നിങ്ങളും ഒക്കെ പോകാറുണ്ട്. 2 കിലോ ആപ്പിളും 3 കിലോ ഓറഞ്ച്, അല്ലെ 1 കിലോ മുന്തിരിയൊക്കെ വാങ്ങിച്ചിട്ട് പോകാറുണ്ട്. എന്തിനാ പോകുന്നത്? ആ കൊണ്ടുപോകുന്ന സാധനത്തിൽ മുമ്പൊരിക്കൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ കൊണ്ടുപോകുന്ന നമ്മുടെ ഉദ്ദേശം തന്നെ തെറ്റാണ്. അതിന് പ്രത്യേകമായി അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് കൂലിയും പ്രതിഫലവും കിട്ടണമെങ്കിൽ 2 കിലോ ആപ്പിള് ഭയങ്കരമായ വിലയാണ്. 1 കിലോ ഓറഞ്ചിനും ഇപ്പൊ നോമ്പ് കാലമായതുകൊണ്ട് ഫ്രൂട്ട്സുകൾക്കൊക്കെ ഭയങ്കരമായ വിലയാണ്. നമ്മളതൊക്കെ വാങ്ങിച്ചിട്ട് വലിയ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രീതിയും പ്രതീക്ഷയും ഒന്നും ഇല്ലാതെയാണ് നാം പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഒക്കെ ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും? ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ 2 കൊല്ലം മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ അയാൾ വന്നപ്പോ ഒരു 3 കിലോ ആപ്പിൾ വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു, അല്ലെ? ഇപ്പൊ ഞാനൊരു 3 കിലോ ആപ്പിളും ഒരു 1.5 കിലോ ഓറഞ്ചും കൂടെ വാങ്ങിച്ചോണ്ട് പോയില്ല, ഇപ്പൊ നാണക്കേടല്ലേ? ഈ രീതിയാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ തെറ്റായ ധാരണ. അള്ളാഹുവിന്റെ അടുക്കൽ ഇതിന് വട്ടപൂജ്യമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഈ ചിന്താഗതിക്ക് വട്ടപൂജ്യമാണ്. പിന്നെ നമ്മൾ പോകും, അയാള് സുഖമില്ലാതെ കിടന്നപ്പോ ഞാൻ പോയില്ലെങ്കിൽ എന്റെ മോളെ കല്യാണത്തിന് വന്നിട്ട് 500 രൂപ തന്നിട്ട് പോയതാ. എങ്ങനെ പിന്നെ അദ്ദേഹം ഹോസ്പിറ്റലിൽ റിലീസ് ആയിട്ട് വരുമ്പോ പിന്നെ അയാളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഇതും തെറ്റായ ചിന്താഗതിയാണ്.
നാം ചെയ്യുന്ന ഓരോ കർമ്മത്തിനും അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം നമുക്ക് വേണമെങ്കിൽ ഫില്ല. നീ പോകുന്നത്, നീ വാങ്ങുന്നത്, നീ കൊടുക്കുന്നത്, നിന്റെ പ്രവർത്തനം, നിന്റെ നടത്തം, നിന്റെ ഇരുത്തം, നിന്റെ ചിന്താഗതി ഫില്ല അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കാകണം. നീ ആപ്പിൾ വാങ്ങിച്ചു കൊണ്ടുപോയതും, നീ ഓറഞ്ച് കൊണ്ട് കൊടുത്തതും, ഹോസ്പിറ്റലിലേക്ക് നീ കാണാൻ പോയതും, വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ നീ കാണാൻ പോയതും, നീ ഏതോ ഒരു കോണിലുള്ള നിന്റെ വിശ്വാസിയായ നിന്റെ സഹോദരനെ നീ സന്ദർശിച്ചതും ഫില്ല അള്ളാഹുവിന്റെ അടുക്കലാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, വറജുലു യസൂറു അഖാഹു ഫീ നാഹിയത്തിൽ മിസ്രി ഫില്ല. ഏതോ ഒരു മൂലയിലിരിക്കുന്ന, ഏതോ ഒരു പ്രദേശത്തിന്റെ ഭാഗത്തിരിക്കുന്ന നിന്റെ സഹോദരനെ നീ കാണാൻ പോകുന്നത് അല്ലാഹുവേ നിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന ചിന്താഗതിയോടുകൂടി പോയാൽ ആ മനുഷ്യൻ സ്വഹാബത്തെ ഫിൽ ജന്ന, അവൻ സ്വർഗത്തിലാണെന്ന് ആദരവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ നമ്മുടെ നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും മറ്റാരെയും കാണിക്കാനല്ല. നാം ചെയ്യുന്ന ഏത് കർമ്മവും അതിന്റെ അടിയിൽ ഒരു കൃത്യമായൊരു നിയ്യത്ത് നമുക്കുണ്ടാകണം. ഫില്ല. ഏത് കാര്യമാണെങ്കിലും ഒരു 10 രൂപ ഒരു മനുഷ്യൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോ ഒരു യാചകൻ അല്ലെങ്കിൽ ഒരാൾ വന്ന് നിൽക്കുക, 10 രൂപ ചോദിക്കുന്നു, ആ 10 രൂപ കൊടുക്കാനേ നമുക്ക് കഴിഞ്ഞുള്ളൂ. കൊടുക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്താഗതി ഫില്ല, അള്ളാഹു ആകണം. അള്ളാഹു നിന്റെ അടുക്കൽ നിന്ന് എനിക്കത് പ്രതിഫലം നൽകണം, എനിക്കത് കിട്ടണം. ഈ ഒരു ചിന്താഗതി ഉണ്ടെങ്കിലേ നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു തആല സ്വീകരിക്കുകയുള്ളൂ എന്ന കാര്യം നാം മനസ്സിലാക്കുക. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ അമ്പിയാക്കളോടൊപ്പം, നബിമാരോടൊപ്പം തന്നെ, ഷഹീദിനോടൊപ്പം തന്നെ, സിദ്ദീഖീങ്ങളോടൊപ്പം അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ചേർത്ത് പിടിച്ച്, ചേർത്ത് വായിച്ച് സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത പരിശുദ്ധമായ വചനമുണ്ട്. തന്റെ സഹോദരന്റെ അടുക്കലേക്ക് നീ പോകുമ്പോഴും ആ പോകുന്നതിന്റെ ഉദ്ദേശം ഫില്ല, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാകണം. ആ മനുഷ്യനും നബിമാരോടൊപ്പം സ്വർഗത്തിലാണെന്ന് ആദരവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നമ്മുടെ എല്ലാ നന്മകളും പ്രവർത്തനങ്ങളും അല്ലാഹു തആലയുടെ പ്രതിഫലത്തെ മാത്രം കാംക്ഷിച്ചുകൊണ്ടാക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള